പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ചികിത്സ വൈകിപ്പിച്ച ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാതെ ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ വകുപ്പുതല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നീളുകയാണ്. കുട്ടിയെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചെന്ന് DMO കണ്ടെത്തിയിരുന്നു. വീട്ടിൽ തറയിൽ കിടന്നുറങ്ങവേ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിനെ ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. പരിശീലന സെഷനുകളൊന്നുമല്ല, കടുത്ത നടപടിയാണ് വേണ്ടതെന്നുമായിരുന്നു റിപ്പോർട്ടിൽ DMO നൽകിയ നിർദ്ദേശം. എന്നാൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് കൈമാറി 2 ദിവസം പിന്നിട്ടിട്ടും നടപടികളില്ല. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ പോലും വീഴ്ച സംഭവിച്ചെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ബിന്ദു മോഹൻ നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ ഇതെല്ലാം നിലനിൽക്കെയാണ് നടപടികൾ വൈകുന്നതും. ഡ്യൂട്ടി ഡോക്ടർ, ആശുപത്രി സൂപ്രണ്ട്, ജീവനക്കാർ എന്നിവരിൽ നിന്നും DMOയുടെ നേതൃത്വത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരായ നടപടി ഇനിയും നീളും. ഈ മാസം 23-ന് പുലർച്ചെയായിരുന്നു ദിക്ഷലിനെ പാമ്പുകടിയേറ്റത്. കെ ബി ശ്യാമപ്രസാദ്, ജനം, തിരുവനന്തപുരം.